ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽബൗണ്ട് എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അങ്ങനെ ആ ഭീകര സത്വങ്ങൾ വന്ന് പാർക്കിനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. കണ്ടു നിന്നവരെല്ലാം പേടിച്ച് വിറച്ചുപോയി. പോലീസുകാരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിൽക്കുകയാണ്. ആ ഭീകരജീവി പാർക്കിന്റെ കൈയൊക്കെ അതിന്റെ കൈ ഉപയോഗിച്ച് കുത്തി കീറുന്നു. അപ്പോഴേക്കും പോലീസുകാരെല്ലാം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിയുടെ നേരെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ ജിന്നും ഓടിപ്പോയി അതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എവിടെ അത്രയും ചറവറ വെടികൊണ്ടിട്ട് അതിനൊന്നും പറ്റിയില്ല. പിന്നെയാണ് ഇങ്ങേരുടെ ഒരു ചെറിയ ബുള്ളറ്റ്. ആ ഭീകരജീവി തിരിഞ്ഞു നിന്ന് നമ്മുടെ ജിന്നിനെ അടിച്ച് തെറിപ്പിക്കുന്നു. ഒറ്റയടിക്ക് തന്നെ അവന്റെ ബോധം പോയി. നമ്മുടെ യൂൻപയോ ആവട്ടെ അപ്പോൾ ഈ ആരോഹെഡ് പറയുന്നതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രക്തത്തിൽ കുളിച്ച് പാതി ജീവനുമായി നിൽക്കുന്ന പാർക്കിനെ ആ 3 ഭീകര ജീവികളും ചേർന്ന് കരിച്ച് ഭസ്മമാക്കി മാറ്റുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടു നിന്ന ജനങ്ങളെല്ലാം എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. ഉടനെ തന്നെ യൂൻപയോ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി നമസ്കരിക്കുന്നു. അത് കണ്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന VIPസും നാട്ടുകാരും പത്രക്കാരും തുടങ്ങി എല്ലാവരും മുട്ടുകുത്തി ദൈവത്തെ വണങ്ങുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ജിന്നിനെയാണ് കാണിക്കുന്നത്. ബോധം തെളിഞ്ഞപ്പോൾ അയാൾ ഒരു ആശുപത്രിയിലാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും ഒരാളെ പോലും കാണാനില്ല. പുള്ളിക്കാരൻ അവിടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്റെ മകളെയും അവിടെയൊന്നും കാണുന്നില്ല. അയാൾ പലതവണ അവളെ ഫോൺ വിളിച്ച് നോക്കിയെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പാവം ഭയങ്കര ടയേർഡായതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ എവിടെയും ഒരു മനുഷ്യനെ പോലും അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നഗരം മുഴുവൻ ശൂന്യമായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. അവിടെയും ഒരാളെ പോലും അയാൾക്ക് കാണാൻ സാധിച്ചില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ശേഷം നമ്മുടെ ജിൻ TV ഓൺ ചെയ്യുന്നു. ന്യൂസിലെല്ലാം ജുങ്സുവിനെ കുറിച്ചാണ് പറയുന്നത്. തീപിടിച്ച ബിൽഡിങ്ങിൽ നിന്നും ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഒരു കൊലയാളിയോട് സംസാരിച്ച് അയാളുടെ മനസ്സ് മാറ്റി അയാൾ കൊല ചെയ്യാൻ ശ്രമിച്ച വിക്ടിമിനെ രക്ഷിച്ചതും തുടങ്ങി ജുങ് ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റിയും വാർത്തയിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തെ പറ്റിയും മിസ്റ്റർ ജുങ് പല വർഷങ്ങളായി ലോകത്തോട് വിളിച്ചു പറയുന്നു. അതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും എന്നും പറഞ്ഞ് ജുങ്ങിനെ ലൈവ് ഇന്റർവ്യൂയിലേക്ക് ക്ഷണിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടർ. ദൈവത്തിലൂടെ ഞാൻ അറിഞ്ഞ സന്ദേശമാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. പാപം ചെയ്യരുത് എന്ന് ദൈവം നമ്മളോട് പലതവണ പറഞ്ഞിരുന്നു. പക്ഷെ പാപിയായ മനുഷ്യൻ അതൊന്നും അനുസരിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് അതിന്റെ ശിക്ഷകൾ നൽകാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും പാപികളായ നമ്മൾ മനുഷ്യർ തെറ്റ് മനസ്സിലാക്കി തിരുത്തുക തന്നെ വേണം എന്ന് ജുങ് പറയുന്നു. മിസ്റ്റർ ജുങ്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി. പക്ഷെ ചിലർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. പലരും അവരുടെ ജീവിതത്തിൽ അവരറിയാതെ തന്നെ പല തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്തിരിക്കും. അത് എങ്ങനെ കണ്ടെത്താനാവും എന്ന് റിപ്പോർട്ടർ ജുങ്ങിനോട് ചോദിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് മറികടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. നമ്മുടെ മനസാക്ഷി ഇത് ശരിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം ആ കാര്യം ചെയ്യുക. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും തോന്നിയാൽ ആ കാര്യം ചെയ്യരുത് എന്ന് ജുങ് പറയുന്നു. ഇതേസമയം ഡിറ്റക്റ്റീവ് ജിന്നിന് അയാൾ നേരത്തെ ചോദിച്ച CCTV ഫൂട്ടേജ് ലഭിക്കുന്നു. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ കൊലയാളിയെ ഷോക്കടിപ്പിച്ച് ബോധം കെടുത്തി കൊണ്ടുപോയത് തന്റെ മകളാണെന്ന് ജിന്നിന് മനസ്സിലാവുന്നു. പക്ഷേ ഹീജിങ്ങിന്റെ മുഖം അത്ര വ്യക്തമൊന്നുമല്ല ആ CCTVയിൽ. അതുകൊണ്ട് തന്നെ ജിന്നിനല്ലാതെ മറ്റാർക്കും അവളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തന്റെ മകളാണ് ഇത് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞ അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഈ സമയത്താണ് ഇന്റർവ്യൂവിനിടയിൽ ജുങ് തന്റെ ലാപ്ടോപ്പ് ചെറുതായി ചലിപ്പിക്കുന്നത്. അപ്പോ ജിൻ തന്റെ മകളുടെ ടീഷർട്ട് ജുങ്ങിന്റെ മുറിയിൽ കിടക്കുന്നത് കാണുന്നു. ഹീജങ്ങിനെ ജുങ്ങാണ് കടത്തിവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജിൻ കാറുമെടുത്ത് ജുങ്ങിന്റെ വീട്ടിലേക്ക് കുതിച്ചു. ഇതേസമയം ആരോഹെഡിന്റെ ഒരു ലൈവാണ് കാണിക്കുന്നത്. അന്നേ ദിവസം പാർക്ക് മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ദൈവത്തെ വണങ്ങുന്ന സമയത്ത് ലോയർ മിന്നും അവളുടെ അസിസ്റ്റന്റും ദൈവത്തെ വണങ്ങാതെ എഴുന്നേറ്റ് നിൽക്കുന്ന വീഡിയോ ആരോഹെഡ് സ്ട്രീമിലൂടെ പുറത്തുവിടുന്നു. കൺമുന്നിൽ തന്നെ അതിശയം നടന്നിട്ടും ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല ഈ പോലീസുകാരനെ നോക്ക്, ദൈവശിക്ഷ നടപ്പാക്കാൻ വന്ന ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സിനെ അയാൾ വെടിവെക്കുന്നു. അതുകൊണ്ട് ഈ 3 പേരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ല, അവർ നരകത്തിലേക്ക് പോകണം, അവരെ നരകത്തിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ ആരോഹെഡ് അയാളുടെ ഫോളോവേഴ്സിനോട് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ആജ്ഞാപിക്കുന്നു. അതോടുകൂടി അടുത്ത ദിവസമാകുമ്പോഴേക്കും ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞത് മിന്നിന്റെ പേരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ മിൻ അമ്മയെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനൊരുങ്ങുന്നു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാഴ്സൽ മിൻ ശ്രദ്ധിക്കുന്നത്. അതിനുള്ളിൽ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. നമ്മുടെ ജുങ്സുവിന്റെ ഒരു പഴയ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ്.
ജുങ്സു 2004 കൊടുത്ത ഇന്റർവ്യൂവിൽ മരണദേവത തന്റെ അവസാന ദിനവും പ്രവചിച്ചതായി ജുങ്സു അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ വിവരങ്ങളാണ് ആ ഡോക്യുമെന്റിലുള്ളത്. ഉടനെ തന്നെ മിൻ അമ്മയെയും കൂട്ടി കാറുമെടുത്ത് നേരെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിന് മുന്നിലെത്തി അസിസ്റ്റന്റിനെ കോൾ ചെയ്യുന്നു. ജുങ്സുവിനെ ദൈവം അയച്ചതൊന്നുമല്ല, അയാളും മരിക്കാൻ പോവുകയാണ്, അയാളുടെ മരണദിനവും കുറിക്കപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവളാകെ ഞെട്ടിപ്പോയി. ആരോഹെഡിന്റെ ആൾക്കാർ വന്ന് അവരുടെ ഓഫീസ് തല്ലി തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടതോടെ മിൻ അസിസ്റ്റന്റിനോട് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ആ സമയം അസിസ്റ്റന്റ് സിറ്റിക്ക് നടുവിൽ ശരീരമാസകലം രക്തമൊലിപ്പിച്ചുകൊണ്ട് വീണ് കിടക്കുകയാണ്. ഈ വിഷയം ഇതോടെ തന്നെ വിട്ടേക്ക്, ഇനി അതിന്റെ പിറകെ പോവരുത്, വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്ന് അസിസ്റ്റന്റ് മിന്നിനോട് പറയുന്നു. അയാളുടെ തൊട്ടു മുന്നിലായിട്ട് ഒരു ആരോ ചിഹ്നം വരച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അയാളുടെ ആ ദയനീയാവസ്ഥ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നതും കാണാം. അസിസ്റ്റന്റിന്റെ വാക്കുകൾ കേട്ട് പതറിപ്പോയ മിൻ ഓടി താഴേക്കിറങ്ങുന്നു. അപ്പോഴേക്കും മിന്നിന്റെ അമ്മയെ ആരോ ഹെഡിന്റെ കുറെ ഫോളോവേഴ്സായ ചെറുപ്പക്കാർ വന്ന് കാറിൽ നിന്നും വലിച്ച് താഴേക്കിട്ട് ചന്നം ഭിന്നം അടിക്കുകയാണ്. മിൻ ഓടിച്ചെന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നു. അവക്കും കിട്ടുന്നു കുറെ അടി. അതിനിടയിൽ ഒരുത്തൻ ആ അമ്മയുടെ തലയിൽ തന്നെ ഇരുമ്പ് റോഡ് വെച്ച് ഒരൊറ്റയടി. അതോടെ ആ അമ്മ ബോധം കെട്ട് വീഴുന്നു. ഉടനെ തന്നെ ആ പിള്ളേരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ശേഷം മിൻ അമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. മിന്നിനെ കണ്ട ആശുപത്രിയിലെ ആൾക്കാരെല്ലാം എന്തൊക്കെയോ അടക്കം പറയുന്നു. ഇത് കണ്ട് മിൻ ഫോൺ ഓൺ ചെയ്ത് ലേറ്റസ്റ്റ് ന്യൂസ് കാണുന്നു. അതിൽ ആരോഹെഡിന്റെ പുതിയ ലൈവ് വീഡിയോയെ പറ്റി പറയുന്നു. മിന്നിനെ ആൾക്കാർ ചേർന്ന് അടിച്ചു കൂട്ടുന്ന വീഡിയോയാണ് ഇത്തവണ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാവം മിൻ ഭയത്തോടുകൂടി അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് റൂമിലേക്ക് പോകുന്നു. പാവം അമ്മ ആ നീചരുടെ അടിയേറ്റ് മരണപ്പെട്ടിരുന്നു. മിൻ അമ്മയുടെ ഷൂസ് എല്ലാം ഊരി മാറ്റി അവസാനമായി അവരെ ഒരു നോക്ക് കണ്ട് വളരെ വിഷമത്തോടെ അവിടെ നിന്നും നടന്നകലുകയാണ്. ഇതേ സമയം നമ്മുടെ ഡിറ്റക്റ്റീവ് ജിൻ തന്റെ മകളെയും അന്വേഷിച്ച് ജുങ്സുവിന്റെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ജുങ്സുവിനെ ദൈവമായി ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ജിന്നിനെ കണ്ട ഉടനെ തന്നെ ജിന്നിനെ ആക്രമിക്കാൻ തുടങ്ങി. ഞാനൊരു പോലീസുകാരനാണ്, മര്യാദക്ക് കൈയെടുക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവരെയെല്ലാം വിരട്ടി നമ്മുടെ ജിൻ ജുങ്സുവിന്റെ ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. ജുങ്സുവിന്റെ മുറിക്കുവെളിയിലും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരും ജിന്നിനെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ജിൻ ആ ഓഫീസിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറുന്നു. അതിനുള്ളിൽ ജുങ്സു ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ജിൻ അവിടെ നിന്നും തിരിച്ചിറങ്ങി പുറത്തേക്ക് വരുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ജിന്നിനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. കന്നം പിന്നം ചന്നം പിന്നെ അടിയോടടി. ആ സമയത്ത് ജുങ്സുവിന്റെ വീഡിയോ കോള് ജിന്നിന് വരുന്നു. അത് കണ്ടതോടെ നാട്ടുകാരെല്ലാം ജിന്നിനെ അടിക്കുന്നത് നിർത്തുന്നു. ഉടനെ തന്നെ ജിൻ ഫോൺ എടുത്ത് കാറിലേക്ക് പോകുന്നു. എന്റെ മകളെവിടറാ എന്ന് ജുങ്സുവിനോട് അവൻ അലറുന്നു. ഉടനെ തന്നെ ജുൻസു പറയും, ഞാനൊരു അഡ്രസ്സ് തരാം, നീ അങ്ങോട്ടേക്ക് വാ, നിന്റെ മകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അവിടെ വെച്ച് തരാം. അത് കേട്ട ഉടനെ തന്നെ ജിൻ ജുങ്സു പറഞ്ഞ അഡ്രസ്സിലേക്ക് പോകുന്നു. ഇതേ സമയം നമ്മുടെ മിന്നും മറ്റൊരു അഡ്രസ്സിലേക്ക് പോവുകയാണ്. അവൾക്കൊരു ഡോക്യുമെന്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു അഡ്രസ്സ് എഴുതിയിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ മിൻ പോകുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ കിം എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ശേഷം 2004 കിം ജുങ്സുവിനെ ഇന്റർവ്യൂ ചെയ്ത ഓഡിയോ മിന്നിനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതേ സമയം നമ്മുടെ ജിൻ ജുങ്സുവിന്റെ അടുത്തെത്തുന്നു. എന്റെ മകളെവിടറാ എന്ന് ജിൻ ജുങ്സുവിനോട് ചോദിക്കുന്നു. ഏഞ്ചൽ എന്റെയും മരണദിനം കുറിച്ചിരിക്കുകയാണ്. ഇനി ഒരു 10 നിമിഷത്തിനുള്ളിൽ ഞാനും മരിക്കും. അതിനു മുമ്പ് ഞാൻ പറയുന്നതെല്ലാം വ്യക്തമായി കേട്ടാൽ നിന്റെ മകൾ എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്ന് ജുങ്സു ജിന്നിനോട് പറയുന്നു. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഞാൻ എന്ത് പാവമാണ് ചെയ്തതെന്ന് ചോദിക്കാത്തത്? എന്താ വല്ല പേനയോ പെൻസിലോ മോഷ്ടിച്ചോ ഒന്നും ആയിരിക്കില്ലല്ലോ, വലിയ എന്തോ തെറ്റ് തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക എന്ന് ജിൻ ജുങ്സുവിനോട് പറയുന്നു. അത് കേട്ട് ജുങ്സു ചിരിച്ചുകൊണ്ട് പറയും, 20 വർഷങ്ങൾക്ക് മുമ്പ് മരണദേവത എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മരിക്കാൻ പോകുന്ന ദിവസവും സമയവും പറഞ്ഞ് അത് അപ്രത്യക്ഷമായി എന്ന് ജുങ്സു ജിന്നിനോട് പറയുന്നു. ഇതേ സമയം മറുവശത്ത് മിൻ ആ ഓഡിയോ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതിലും ഇതേ കാര്യം തന്നെയാണ് ജുങ്സു പറഞ്ഞിരിക്കുന്നത്. ആ ഓഡിയോ കേട്ട ശേഷം ഈ ഓഡിയോയുടെ ഒരു കോപ്പി എനിക്ക് തരാൻ സാധിക്കുമോ എന്ന് മിൻ കിമ്മിനോട് ചോദിക്കുന്നു. ഉടനെ തന്നെ കിം ചിരിച്ചുകൊണ്ട് ആ ഓഡിയോ ഫയല് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്നു. അത് കണ്ട് മിൻ എന്താണ് സംഭവമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. വീണ്ടും ജിന്നിനെയും ജുങ്സുവിനെയും കാണിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ് ഡിറ്റക്റ്റീവ്, ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും ദൈവം എൻ്റെ ദിവസം കുറിച്ചു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അതെല്ലാം എൻ്റെ തോന്നലുകൾ മാത്രമാണ് എന്നായിരുന്നു. പക്ഷെ പിന്നീട് ഇതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതുപോലെ ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ ഞാൻ അന്വേഷണങ്ങൾ തുടങ്ങി. 10 വർഷം ഞാൻ ശ്രമിച്ചിട്ടും ദൈവം എന്തിനാണ് എൻ്റെ അന്ത്യദിവസം എന്നെ അറിയിച്ചത് എന്നുള്ള കാര്യം എനിക്ക് കണ്ടെത്താനായില്ല. ഇന്ന് വരെയുള്ള ഓരോ സെക്കൻഡിലും ഞാൻ മരണഭയത്തോടു കൂടിയാണ് ജീവിച്ചത്. ഈ മരണഭയം മറ്റുള്ളവരുടെ ഉള്ളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ ചിന്തിച്ചു.
അതിനുവേണ്ടിയാണ് ദൈവം തെറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് കൊല ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ വാർത്ത ഞാൻ പ്രചരിപ്പിച്ചത്. അത് മറ്റുള്ളവർ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഈ ഭയം ഈ ലോകം തന്നെ മാറ്റിമറിക്കും. ഇനി ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡിറ്റക്റ്റീവ്. നിങ്ങൾക്ക് അത് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ജുങ്സു അവിടെ നിന്ന് ചിരിക്കുന്നു. മറുവശത്ത് ആ കിം മിന്നിനോട് പറയും, മിസ്റ്റർ ജുങ്സു എന്നെ ന്യൂ ട്രൂത്ത് കൾട്ടിന്റെ പുതിയ ചെയർമാനാക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യുപകാരമായിട്ട് ഈ ഓഡിയോ മറ്റൊരാൾക്കും കിട്ടരുതെന്നും നിന്നെ കൊല്ലണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത്. അത് കേട്ട് ഭയന്ന മീൻ കിമ്മിനെ തള്ളി മാറ്റി അവിടെ നിന്നും പുറത്തേക്ക് ഓടുന്നു. പക്ഷെ അവൾക്ക് രക്ഷപ്പെടാനായില്ല. അവിടെ മുഴുവൻ ആരോ ഹെഡിന്റെ ആൾക്കാർ വളഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൂടി മിന്നിനെ എടുത്തിട്ടലക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും ജിന്നിനെയും ജുങ്സുവിനെയും കാണിക്കുന്നു. നിന്റെ മകൾ ഇപ്പോ നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. നീ നിന്റെ മകളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. എനിക്കിനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഡിമോൺസ് എന്നെ കൊല്ലുന്നത് വീഡിയോ എടുത്ത് നിനക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം. എന്റെ വാദങ്ങളെല്ലാം തെറ്റാണ്, ഞാൻ ഒരു ചതിയനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ മകളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ ഭാര്യയുടെ കൊലയാളിയെ ഇല്ലാതാക്കിയതിന്, അതിന് എന്റെ കൂടെ നിന്നതിന്. അങ്ങനെ അല്ലെങ്കിൽ എന്റെ മരണത്തെക്കുറിച്ച് നീ ഒരാളോടും പറയരുത്. പാപം ചെയ്തവരെ മാത്രമാണ് ഡിമോൺസ് കൊല്ലുന്നത് എന്നുള്ള വിശ്വാസത്തോടെ ജനങ്ങളെല്ലാം തെറ്റ് ചെയ്യാതെ ജീവിച്ചോളും. അത് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കും എന്ന് ജുൻസു പറയുന്നു. ജിന്നിന് മറ്റൊരു വഴിയുമില്ലല്ലോ, മകളെ അറസ്റ്റ് ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജുങ്സുവിന്റെ 2ാമത്തെ ഓപ്ഷനാണ് അയാൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പോഴേക്കും ഡെമോൺസ് എല്ലാം അവിടേക്ക് എത്തുന്നു. ജുങ്സുവിന്റെ മരണം നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ജിന്നിന് സാധിച്ചുള്ളൂ. മറുവശത്ത് മിന്നാവട്ടെ ചലനമറ്റ് ഒരു കുളക്കരയിൽ കിടക്കുകയാണ്. അവൾക്ക് ജീവനുണ്ടോ മരിച്ചോ എന്ന് പോലും വ്യക്തമല്ല. എല്ലാം അറിയാവുന്ന ജിന്നാവട്ടെ ആരോടും ഒന്നും പറയാൻ പറ്റാതെ വിഷമിക്കുകയാണ്. അയാൾ വീട്ടിലേക്ക് വന്ന് തന്റെ മകളോടൊപ്പം ഒരു സാധാരണ ജീവിതം നയിക്കാൻ തയ്യാറാവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് 3 അവസാനിക്കുന്നു. ചങ്ങായിവരെ, അപ്പോൾ 4ാമത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ തന്നെ വന്നേക്കാം കേട്ടോ.